നിലമ്പൂരിലെ വൻ വിജയത്തോടെ കോൺഗ്രസിനുണ്ടാകുന്നത് പുതിയ അനിഷേധ്യ നേതൃത്വം കൂടിയാണ്. PV അൻവറെ മാറ്റി നിർത്തിയും മുസ്ലിം ലീഗിനെ ഉൾക്കൊണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉടക്കാതെ നയതന്ത്ര നീക്കം നടത്തിയും VD സതീശൻ നടത്തിയ രാഷ്ട്രീയ നീക്കം വിജയം കണ്ടു. പാർട്ടിയിലും മുന്നണിയിലും കരുത്തു തെളിയിച്ച VD സതീശന്റെ സർവാധിപത്യത്തിനാകും നിലമ്പൂർ ഫലം വഴിയൊരുക്കുക. ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം നേടിയപ്പോൾ PV അൻവറും തല ഉയർത്തി നിന്നു. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം വോട്ട് നേടി അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ആഞ്ഞടിച്ചു. പിടിച്ചത് പിണറായിസത്തിന് എതിരായുള്ള വോട്ടാണെന്നാണ് അൻവർ പറയുന്നത്. UDF പ്രവേശനത്തിനുള്ള ശ്രമം തുടരുമെന്ന സൂചനയും അൻവർ ആവർത്തിച്ചു. RDX റാപ്പിലേക്ക്. ഷൗക്കത്തിന്റെയോ UDFന്റെയോ കോൺഗ്രസിന്റെയോ വിജയത്തിനപ്പുറം LDFനെയും PV അൻവറിനെയും വെല്ലുവിളിച്ച് VD സതീശൻ സ്വന്തമാക്കിയ വിജയമാണ് നിലമ്പൂരിലേത്. K സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും അൻവറിന് വേണ്ടി പലകുറി വാദിച്ചെങ്കിലും ഷൗക്കത്തിനെ മാറ്റാനോ അൻവറിനെ കൂടെ കൂട്ടാനോ സതീശൻ തയ്യാറായില്ല. അൻവറിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം നിരന്നിട്ടും സതീശൻ നിലപാട് മാറ്റിയില്ല. സതീശനിസമെന്ന് അൻവർ ആക്ഷേപിച്ചിട്ടും കുലുങ്ങിയില്ല. പിണറായിസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് MLA സ്ഥാനം രാജിവെച്ച PV അൻവർ ഒരേ സമയം LDFനോടും UDFനോടും പോരാടിയാണ് ശക്തമായ സാന്നിധ്യമായത്. BJPയെ മറികടന്ന് LDFനെയും UDFനെയും വിറപ്പിച്ച് അൻവർ മൂന്നാം സ്ഥാനത്തെത്തി. LDFനും UDFനും സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ അൻവർ വോട്ട് പിടിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിടിച്ചത് പിണറായിസത്തിനെതിരായുള്ള വോട്ടാണെന്നാണ് അൻവർ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ പറഞ്ഞത്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റാ ഷീറ്റിലേക്ക് പോകാം. UDFൽ ഇനി സതീശനിസം എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ VD സതീശൻ ഇനി UDFൽ അനിഷേധ്യനായി മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവായി നയിച്ച തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും വിജയം കാണാൻ കഴിഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട്. നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്തു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് സീറ്റുകളും വയനാട് പാർലമെന്റ് സീറ്റും നിലനിർത്തി. LDFന് നിലനിർത്താനായത് സിറ്റിംഗ് സീറ്റായ ചേലക്കര മാത്രം എന്ന സാഹചര്യം കൂടിയുണ്ട്. കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടും അൻവർ വിഷയത്തിൽ സതീശനെടുത്തത് കർശന നിലപാടാണ്. ലീഗും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കണ്ണൂരിട്ടിയിട്ടും അൻവറിന്റെ വരവ് തടഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ അൻവറിനെ ഉൾക്കൊള്ളാനാവില്ല എന്നായിരുന്നു സതീശന്റെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ് എന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ മതരാഷ്ട്രവാദം ഇല്ലെന്ന് ആവർത്തിച്ചു പ്രസ്താവിച്ചു. CPIM ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയപ്പോൾ പ്രശ്നമില്ലേ എന്ന് മറുചോദ്യം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF പാളയത്തിൽ നിന്ന് ഉയർന്ന എതിർപ്പിനെയും പ്രതിരോധിച്ചു. ഇനി VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം കൂടി നമുക്ക് കാണാം. ശേഷം ഡേറ്റയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് 100-ലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ UDF നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. വഴിക്കടവിലെ UDF കേന്ദ്രങ്ങളിൽ കടന്നുകയറി PV അൻവർ. വഴിക്കടവിലെ തണ്ണിക്കടവ് ബൂത്തിൽ LDFനെ മൂന്നാമതാക്കിയാണ് അൻവർ രണ്ടാമതെത്തിയത്. മൂത്തേടം, പോത്തുകല്ല് പഞ്ചായത്തുകളിലും അൻവർ വോട്ട് പിടിച്ചു. അവസാന റൗണ്ട് വരെ അമ്പരപ്പിക്കും വിധം വോട്ട് ഉയർത്തിയായിരുന്നു അൻവറിന്റെ മുന്നേറ്റം. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥി വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് കേരളം കാണുന്നത് ഇതാദ്യമായാണ്. ഇരു മുന്നണിയോടും ഒറ്റയ്ക്ക് പൊരുതി 19,760 വോട്ട് നേടിയത് അൻവറിന്റെ രാഷ്ട്രീയ വിജയമായിരുന്നു. അൻവറിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് ചില ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. അൻവറിന് മുന്നിൽ വാതിൽ എന്നേക്കുമായി അടച്ചിട്ടില്ല എന്നാണ് KPCC പ്രസിഡന്റിന്റെ ആദ്യ പ്രതികരണം വന്നത്. അൻവറിന് വാതിൽ തുറന്നിട്ടില്ലെന്നും UDFന്റെ സമ്പൂർണ്ണ വിജയമാണെന്നും പിന്നീട് തിരുത്തി. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 25,000 കടന്നേനെ എന്നാണ് K മുരളീധരനും
ഒപ്പം രമേശ് ചെന്നിത്തലയും പറഞ്ഞത് നിലമ്പൂർ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് അൻവറിന് UDF-ൽ കയറാമല്ലോ എന്ന് സാദിഖ് അലി തങ്ങളും പറഞ്ഞു. പരമാവധി ശ്രമിച്ചിട്ടും അൻവറിനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു നേരത്തെ ചെന്നിത്തല ഈ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അൻവറിന് UDF-ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുമെന്ന് കെ സുധാകരനും പറഞ്ഞു. UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം PV അൻവർ പ്രകടിപ്പിക്കുന്നുണ്ട്. മാന്യമായി അക്കോമഡേറ്റ് ചെയ്താൽ മരുമോനിസത്തിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കാം എന്നുമാണ് PV അൻവർ പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ അൻവറിന്റെ പ്രതികരണം കൂടി കണ്ടുവരാം. മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDF-നോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. റൈറ്റ് സനീഷേ, ഈ തോറ്റ സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനം എന്നുള്ള കൗതുകം അത് അവശേഷിപ്പിക്കുന്നു PV അൻവർ. പക്ഷേ ഒരു തരത്തിലും അൻവർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഈ എപ്പിസോഡിൽ ആദ്യന്തം നിരന്തരം പരിഹാസത്തിനൊക്കെ വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഹ്ലാദ പ്രകടനം നടത്താം. ഇതങ്ങനെ പരിഹസിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്, അതിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം, അതായത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ കൗതുകത്തോടെ നോക്കിയത്. അതായത് PV അൻവറിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നോ കമൻസ് എന്ന് ആണ് VD സതീശൻ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരൊറ്റ UDF-ൻ്റെ ഒരു തീരുമാനം 2 വാക്കുകൊണ്ട് അവസാനിപ്പിച്ച് നിങ്ങളോട് പറഞ്ഞതാണ് PV അൻവറിൻ്റെ കാര്യത്തിൽ. പക്ഷെ അതിനുശേഷം നിങ്ങൾ ദിവസം 1 മണിക്കൂർ വെച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ലൈവ് സമയം കൊടുത്തു എനിക്കെതിരെ ഇങ്ങനെ തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തി ഓരോന്ന് പറയാൻ എന്നുള്ള. അപ്പോൾ VD സതീശൻ്റെ മനസ്സിൽ ആ പരിഭവം കിടക്കുകയാണ്. രാഷ്ട്രീയമാണ്, സ്വാഭാവികമായും ആ സാഹചര്യമൊക്കെ മാറി മറിയാം. പക്ഷേ കടുംപിടുത്തക്കാരൻ കൂടിയായ VD സതീശൻ ഈ കാര്യത്തിൽ ഒരു ഉത്തരം പറയിച്ചിട്ട് PV അൻവറിനെ UDF-ൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച താരിയാടൻ ഷൗക്കത്താണ്. പക്ഷേ വിജയിച്ച മറ്റ് 2 പ്രധാനപ്പെട്ട നേതാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ VD സതീശനും PV അൻവറുമാണ്. അതിൽ VD സതീശൻ്റെ കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള 2 തീരുമാനങ്ങൾ അദ്ദേഹം ഒറ്റക്കെടുത്തതാണ്. ഒരു തീരുമാനവും ഒരു പ്രസ്താവനയും തീരുമാനമാണെന്ന് പറയുമെങ്കിലും PV അൻവറിനെ കൂടെ ചേർക്കേണ്ടതില്ല എന്നത് അദ്ദേഹം ഒറ്റക്കെടുത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ അത് ഞാൻ പാർട്ടിയുടെ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം കൈയൊഴിഞ്ഞു എന്ന പ്രസ്താവന. ഈ രണ്ടാമത്തെ പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ളതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ളതാണ്. ഇനി കാലാകാലങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള VD സതീശൻ എന്ന നേതാവ് ഏത് പദവിയിലേക്ക് എത്തിയാലും പറയാനുള്ള പ്രസ്താവനയാണിത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ മതരാഷ്ട്രവാദം ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ നേതാവ് VD സതീശനാണ് എന്നത് പ്രതിധ്വനിക്കും. പല തെരഞ്ഞെടുപ്പുകളിലേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അത് വലിയ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലോ ചർച്ചയായിരിക്കും. അതുകൊണ്ട് അത് ആ വിഷയം നമ്മൾ ഇതിൻ്റേതായിട്ട് എടുക്കേണ്ട. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഈ കാര്യം PV അൻവറിനെ എടുക്കേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ ഹൈ റിസ്ക് തീരുമാനമായിരുന്നു. അതും കുഞ്ഞാലിക്കുട്ടിയെ പോലെ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം തിരിച്ചാലോചിച്ചിട്ട് പോലും ഇന്നിപ്പോൾ ആദ്യത്തെ പ്രതികരണം UDF-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് സണ്ണി ജോസഫിൻ്റെ ആയിരുന്നു, അല്ലെങ്കിൽ സണ്ണി വക്കീലിൻ്റെ ആയിരുന്നു. സണ്ണി വക്കീൽ ആദ്യം തന്നെയും പറഞ്ഞത് ഡോർ അടച്ചിട്ടില്ല എന്നാണ്. കാരണം അതവരുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവരുടെ എല്ലാ ഉള്ളിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടൊരു വിഷയത്തിൽ പക്ഷേ VD സതീശൻ സമീപകാലത്തൊന്നും ഒരു കോൺഗ്രസ് നേതാവ് കാണിക്കാത്ത രാഷ്ട്രീയ ദാർഢ്യം കാണിച്ചു എന്ന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അതിനുള്ള വിജയം അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് VD സതീശൻ കോൺഗ്രസിനകത്തെ അനിഷേധ്യനായിട്ടുള്ള നേതാവായി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം പറയണം. നേരത്തെ നമ്മൾ ഡാറ്റാ ഷീറ്റിൽ RDX ടീം ഉണ്ടാക്കിയിരുന്ന ഡാറ്റാ ഷീറ്റിൽ എന്തൊക്കെയാണ് പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട്, വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വന്ന് മത്സരിച്ചിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് അടക്കം VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. മഹാനായിട്ടുള്ള ജനപ്രിയനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രിയനായിട്ടുള്ള നേതാവ് ഉമ്മൻചാണ്ടി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ മത്സരിച്ച് വിജയിച്ച സ്വാഭാവികമായിട്ട് ജയിക്കുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നു. തൃക്കാക്കരയിൽ PT തോമസിനെ പോലെ ജനപ്രിയനായിട്ടുള്ള നേതാവ് വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ജയിച്ച ഈ തെരഞ്ഞെടുപ്പ് വിധി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വന്നു കഴിഞ്ഞു. പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ കരുത്തനായ നേതാവ് ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് BJP കൂടെ വേരുകളുണ്ടായിരുന്ന സ്ഥലത്ത് അത് പിടിച്ചെടുത്ത് ഷാഫി പറമ്പിൽ അപ്പുറത്തേക്ക് മത്സരിക്കാൻ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് വിജയിച്ച് സ്വാഭാവികമായിട്ടും വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയും VD സതീശനൊപ്പം വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതേതെങ്കിലും തരത്തിൽ LDF-ൻ്റെ കൈവശത്ത് നിന്ന്
മത്സരിച്ച് പിടിച്ചെടുക്കുന്നതൊന്നുമല്ല. സ്വന്തം കൈവശം ഉണ്ടായിരുന്ന ഉറച്ച മണ്ഡലങ്ങൾ ഇങ്ങോട്ട് കിട്ടിയതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക കാലത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന കാലത്തിനും ചില പങ്കാളിത്തമുണ്ട്. ഉദാഹരണത്തിന് നരേന്ദ്രമോദി തീരുമാനങ്ങൾ. നരേന്ദ്രമോദി ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവായിട്ടാണ് BJPയും RSSും കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താണ്, അതായത് RSS 1925 തുടങ്ങിയിട്ടുള്ള പണിയുടെ ഒരു പര്യവസാനത്തിലേക്കാണ്. അതിനു മുമ്പ് വാജ്പേയിയും അദ്വാനിയും ഒക്കെ ഈ പള്ളി പൊളിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടാക്കി രഥയാത്രയിലൂടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പര്യവസാനത്തിലാണ് കൃത്യസമയത്ത് ആ സ്പോട്ടിൽ വെക്കപ്പെടുന്ന നേതാവായതുകൊണ്ടാണ് അദ്ദേഹം സമ്പൂർണ്ണമായിട്ടുള്ള വലിയ നേതാവായി മാറുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ആ നേതാവ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ചേരും. കാരണം എന്താ വെച്ചാൽ ആ തീരുമാനങ്ങളും ആ രാഷ്ട്രീയ സന്ദർഭത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതും കൂടെ ചേർന്നാണ്. അതായത് അവിടെ അദ്ദേഹത്തെ ചരിത്രം കൊണ്ട് ഒന്നെത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പുറംതിരിഞ്ഞ് നിന്നാൽ അദ്ദേഹം ഒട്ടായിപ്പോയി. ഏത് നേതാവാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനോട് വളരെ പോസിറ്റീവായ രീതിയിൽ എന്തൊക്കെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ ആ നിലക്ക് പ്രതികരിച്ചു. അദ്ദേഹം ഈ തരത്തിലുള്ള നേതാവായി മാറി. VD സതീശൻ അതികൃത്യമായിട്ട് അത് ചെയ്തിരിക്കുന്നു. കാരണം VD സതീശന് ഇവിടെ വേണമെങ്കിൽ PV അൻവറിന് മുമ്പിൽ ഒന്ന് മുട്ടുവിറക്കാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായില്ല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ 4 ഭാഗത്തു നിന്നും ആക്രമണം വന്നപ്പോൾ പിറ്റേന്നും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. അതായത് അവിടെ നല്ല ദാർഢ്യം കാണിച്ചു. അതായത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ച എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ ഉറച്ച നിലപാട് കാണിച്ചു. അതായത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം ഒരു അബദ്ധം പറഞ്ഞു പോയോ എന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഞാൻ ഇനി ഏതായാലും പറഞ്ഞിടന്ന് പിന്നോട്ട് പോകാനില്ല എന്ന നല്ല നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാടിനുള്ള വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, PV അൻവർ ഒരു നിലക്ക് വിജയിച്ച് നിൽക്കുന്ന ആളാണ്. പക്ഷേ PV അൻവർ VD സതീശന് മുമ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ദംഷ്ട്രകൾ പോയ ഒരു പുലിയായിട്ടാണ് PV അൻവർ VD സതീശൻ്റെ മുന്നിലേക്ക് വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം 10,000 വോട്ടിനടുത്ത് സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ VD സതീശന് മുന്നിൽ വരുമ്പോൾ VD സതീശൻ താഴോട്ട് നോക്കുന്നത്രക്ക് ചെറുപ്പമായിരിക്കും, ചെറിയ നേതാവായിരിക്കും PV അൻവർ. PV അൻവർ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് വലിയ നേതാവാണ്. ഇത്രയും വലിയൊരു മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് മുന്നിൽ സമാസമാണ് ഇപ്പോൾ. കാരണം പിണറായി വിജയനെ പറ്റിയിട്ട് അതിശക്തമായിട്ടുള്ള രൂക്ഷമായുള്ള അഭിപ്രായം പറഞ്ഞ് പിണറായിയെപ്പറ്റി, മുഖ്യമന്ത്രിയെപ്പറ്റി, ഈ സർക്കാരിനെ പറ്റി ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പോലീസും RSSും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ചില CPMകാർ തന്നെയും പറഞ്ഞു നടന്നിരുന്ന കാര്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പിണറായി വിജയനും PV അൻവറും സമാസമമാണ്. പക്ഷേ PV അൻവർ ഇപ്പോൾ VD സതീശന് മുന്നിൽ ഒരൽപ്പം താഴെയാണ് നിൽക്കുന്നതെന്ന കാര്യം നമ്മൾ കാണണം. PV അൻവർ കരുത്തനാകുന്നത് പിണറായിസം, മരുമോനിസം എന്നീ 2 വാക്കുകൾ കൂടെ മലയാള ഭാഷയ്ക്ക് സംഭാവനയായിട്ടാണ്. അടുത്ത ലോക്സഭ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന 2 പ്രയോഗങ്ങൾ മരുമോനിസവും പിണറായിസവും PV അൻവറിൻ്റെ ഭാഷാ സംഭാവനയായിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കും. 2 നേതാക്കളും അവരുടെ കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ്. റൈറ്റ്, അതെ, തീർച്ചയായും. അതിലെനിക്ക് തീർച്ചയായും ഒരു സംശയമില്ലാതെ VD സതീശൻ്റെ തീരുമാനങ്ങളെ തന്നെയാണ്, അതിനെ ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അവിടെ വലിയ വിജയസാധ്യത അവർക്കിപ്പോൾ പല സർവേയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഈ മട്ടിൽ പ്രവചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവർ കഴിഞ്ഞ തവണ പിടിച്ച ആ വോട്ട് തന്നെയാണ് ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്. അതായത് അത്രയ്ക്ക് ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം നടക്കുമെന്ന ഒരു തോന്നലിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാവുക. മറ്റൊന്ന്, ഈ മുമ്പ് പലപ്പോഴും സഹകരിക്കാത്ത മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ആരുടെ സ്ഥാനാർത്ഥിയാണ്? VD സതീശൻ്റെ തീരുമാനവും സ്ഥാനാർത്ഥിയുമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ VS ജോയിയോ മറ്റാരെങ്കിലും ഒക്കെ ആയി പോയേനെ. പക്ഷേ അവിടെയും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആര്യാടൻ ഷൗക്കത്ത് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാൻ VD സതീശന് കഴിഞ്ഞു. അതിന് കാട്ടിയ ധൈര്യം ചെറുതല്ല. അതിൻ്റെ ഒരു റിസൾട്ടും അതിൻ്റെ ഫലവും VD സതീശന് കിട്ടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ ലീഡർ എന്ന പേര് K കരുണാകരന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ലീഡർ എന്ന് VD സതീശനെ ആദ്യം വിളിച്ചത് ഹൈബി ഈഡനാണ്. സാക്ഷാൽ ലീഡർക്കൊപ്പം തലപ്പൊക്കമുള്ള ലീഡറായി സതീശൻ ഉയരുമോ എന്ന് കാലം തെളിയിക്കട്ടെ. പക്ഷേ കേൾവി കേട്ട ഗ്രൂപ്പുകൾ ഏറെക്കുറെ അപ്രസക്തമായ ഇന്നത്തെ കോൺഗ്രസിൽ യുവനിരയുടെ പിന്തുണ കുറച്ചേറെ കാലമായി VD സതീശനുണ്ട്. നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയത്തോടെ മുതിർന്ന നേതാക്കൾക്കും അനിഷേധ്യമായ പേരായി VD സതീശൻ മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാകും UDF ചെയർമാന് മുന്നിലുള്ള അടുത്ത വെല്ലുവിളി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റ് പോലെ UDF അധികാരത്തിലെത്തുമെന്നും സതീശൻ അവകാശവാദം ഉയർത്തുന്നു. മറ്റൊരു ഭാഗത്ത് ഇന്നത്തെ മറ്റൊരു വിജയി നിശ്ചയമായും PV അൻവറാണ്. അൻവർ ഫാക്ടറിനെ അവഗണിക്കാൻ ഇനി മുന്നണികൾക്ക് സാധിക്കില്ല. ഇത്ര കാലവും VD സതീശനെതിരെ ആഞ്ഞടിച്ച PV അൻവർ ഇന്ന് മൃദു സമീപനം എടുത്തു എന്നതും UDF നേതാക്കളുടെ പ്രതികരണവും പ്രധാനമാണ്. നിലമ്പൂർ ജയിച്ച് കൂടുതൽ കരുത്തനായ VD സതീശൻ തന്നെ അടച്ച വാതിൽ തുറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. RDXൽ ഒരിടവേള.